പാലക്കാട് നിന്ന് ഷാരിഖ് നവാസ് കൂടി ചേരുന്നു. ഷാരിഖ്, ഇത് ആ കുടുംബം ഹൈക്കോടതിയിലേക്ക് പ്രതീക്ഷാപൂർവ്വം നോക്കിയിരിക്കുകയായിരുന്നു. ആ പ്രതീക്ഷാപൂർവ്വം നോക്കി എന്തിനാണ് ചെറിയ ശിക്ഷ കൊടുത്ത നരാധമന്മാരായ പ്രതികൾക്ക് പരമാവധി ശിക്ഷയിലേക്ക് അല്ലെങ്കിൽ ജീവനത്തിലേക്ക് എത്തും എന്നുള്ളതായിരുന്നു വധുവിനുള്ള നീതി എന്ന മട്ടിൽ അവരുടെ പ്രതീക്ഷ. ആ പ്രതീക്ഷ അസ്തമിക്കുന്നു മാത്രമല്ല, കേസിലെ ഒന്നാം പ്രതി തന്നെ പുറത്തേക്ക് ഫ്രീ ആയിട്ട് പോവാണ്. തീർച്ചയായും ഇന്നലെ വൈകിട്ടാണ് നമ്മൾ മധുവിന്റെ അമ്മ മല്ലിയുടെയും അതുപോലെ തന്നെ സഹോദരി സരസുവിന്റെയും പ്രതികരണം തേടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഈ ഹർജിയിൽ വിധി വരുന്നതിനുമായി ബന്ധപ്പെട്ട് ഇന്നലെ വൈകിട്ടാണ് നമ്മൾ ത്തിൽ വെച്ച് അവർ വാളയാറിലെ അമ്മയുടെ വാളയാറിൽ 2 പെൺകുട്ടികൾ കൊല്ലപ്പെട്ട അമ്മയുടെ അടുത്ത് അവിടെയാണ് ഇന്നലെ അവർ താമസിച്ചിരുന്നത്. അപ്പോൾ ഇന്നലെ നമ്മളോട് പ്രതികരിക്കുമ്പോൾ പോലും അവരുടെ മുഖത്ത് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഈ വിധിയിൽ അവർക്ക് അനുകൂലമായ ഒരു വിധി തന്നെ വരുമെന്നും ഹൈക്കോടതിയിൽ നീതിന്യായ വ്യവസ്ഥയിലൊക്കെ ഏറെ പ്രതീക്ഷ അവർ പുലർത്തിയിരുന്നു. അത് നമ്മളോട് പങ്കുവെക്കുകയും ചെയ്തിരുന്നു. അമ്മയും അതുപോലെ തന്നെ ആ സഹോദരി സരസും ഒക്കെ അത്തരത്തിൽ തന്നെയാണ് നമ്മളോട് പ്രതികരിച്ചത്. വിധി അവർക്ക് അനുകൂലമാവും, മധുവിന് നീതി ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നു. മാത്രവുമല്ല, ആ സഹോദരി ഇന്നലെ നമ്മളോട് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, ഏറെ ഒറ്റപ്പെട്ടു, വല്ലാതെ അവഗണിക്കപ്പെട്ടു. ഈ ഹൈക്കോടതിയുടെ പടിവാതിൽ പോലും എത്തുമെന്ന് അവർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നില്ല. അവർ ഏറെ കടമ്പകൾ കടന്നാണ് ആ ഹൈക്കോടതിയുടെ വരാന്ത തന്നെ അവർ എത്തിയത്. കാരണം അവർക്ക് തുണയായി ആരുമില്ല. വലിയ ഒരു പ്രതികളുടെ ഒരു നീണ്ട നിരയിൽ അവർക്ക് പലരും സമ്പന്നരാണ്, അവർക്ക് സമ്പത്തുണ്ട്. എന്നാൽ ഇത് ആദിവാസികളായ ഒരു അമ്മയും 2 പെങ്ങളും മാത്രമാണ് മധുവിനുള്ളത്. അതിൽ ഒരു പെങ്ങൾക്ക് ജോലി കിട്ടി, മറ്റൊരു പെങ്ങളാണ് ഈ സരസു എന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരും നിർധനരാണ്. അവർക്ക് മറ്റു ആശ്രയങ്ങളില്ല, സഹായങ്ങളില്ല, ഒന്നുമില്ല. കുറച്ച് ആളുകൾ മാത്രം, ഈ മനുഷ്യാവകാശ അതുപോലെ തന്നെ ആദിവാസി ഗോത്ര സമൂഹത്തിന്റെ കുറച്ച് ആളുകൾ മാത്രമാണ് അവരോടൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത്. ആ ഒരു സഹായമൊക്കെ കൊണ്ടാണ് അവർ ഈ ഹൈക്കോടതിയുടെ പടിവാതിൽ തന്നെ എത്തിയത്. എന്നാൽ ഒന്നാം പ്രതി തന്നെ വെറുതെ വിടുന്ന ഒരു സംഭവം ഉണ്ടാകുമെന്ന് പറയുന്നത് അത് വലിയൊരു ഞെട്ടലുണ്ടാക്കുന്ന സംഭവം തന്നെയാണ്. കാരണം ഇത് നീതിന്യായ വ്യവസ്ഥയിൽ അവർക്ക് തന്നെ ഒരു പ്രതീക്ഷ ഇല്ലാതാവുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇത് മാറും. കാരണം അവർ ഇന്നലെ തന്നെ പ്രതീക്ഷിച്ചിരുന്നു. കാരണം ഹർജിയിൽ അവർ ആവശ്യപ്പെട്ടിരുന്നത് ശിക്ഷ വർദ്ധിപ്പിക്കണമെന്ന് തന്നെയാണ്. ഈ നിലവിൽ മണ്ണാർക്കാട് SC/ST കോടതി 13 പ്രതികൾക്ക് ശിക്ഷ നൽകിയിരുന്നു. ഈ ശിക്ഷ പോരാ, ഈ ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നായിരുന്നു. മാത്രമല്ല, 2 പ്രതികൾ, ഈ കേസുമായി ബന്ധപ്പെട്ട് 2 പ്രതികൾ ചെറിയ ശിക്ഷ മാത്രം അനുഭവിച്ചു. അതായത് ഒരാൾക്ക് 3 മാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരാൾക്ക് 1 കൊല്ലത്തിന് താഴെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഇവർ ഈ റിമാൻഡ് കാലാവധിയെ കാണിച്ച് അവരും പുറത്തിറങ്ങിയിരുന്നു. അത്തരത്തിൽ ഇവരൊക്കെ മാതൃകാപരമായി ശിക്ഷിക്കണം എന്ന് ആവശ്യപ്പെട്ട് തന്നെയായിരുന്നു അവർ ഈ ഹർജി നൽകിയതും ഇത്രയും കാലം പോരാടിയതും. എന്തായാലും ആ ഹർജിയിൽ അവർക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു വിധിയല്ല ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത് എന്ന് തന്നെ പറയാം. കാരണം ഒന്നാം പ്രതി തന്നെ വെറുതെ വിടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ അവർക്ക് അതിൽ നിന്ന് പ്രതീക്ഷ പോകുന്നു. കാരണം ഈ ഹുസൈൻ എന്ന് പറയുന്ന ഒന്നാം പ്രതി ഈ മധുവിനെ ചവിട്ടുന്ന ദൃശ്യങ്ങൾ പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഷാരിഖ് നവാസ് ആണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.